ഹംപിയിലെ ഏറ്റവും പുരാതനവും എന്നാൽ ഇന്നും ആരാധന നടക്കുന്ന വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ കഥ നിങ്ങൾക്കറിയോ? ഹംപി സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണിത്. ഏകദേശം 7-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ആരാധന നടന്നിരുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. മാറി മാറി ഭരിച്ച എല്ലാ രാജാക്കന്മാരും ക്ഷേത്ര വിപുലീകരണം നടത്തിയിട്ടുണ്ടെങ്കിലും കൃഷ്ണദേവരായന്റെ കാലത്താണ് ക്ഷേത്രം ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ സീലിംഗ് പെയിന്റുകളെല്ലാം ഡേറ്റ് ചെയ്തിരിക്കുന്നത് 14 മുതൽ 16-ാം നൂറ്റാണ്ടിലേക്കാണ്. പുരാണങ്ങളിൽ ഹംപി പമ്പാദേവിയുടെ നാടായിട്ടാണ് അറിയപ്പെടുന്നത്. പമ്പാദേവി ഭഗവാൻ ശിവനെ സ്വന്തമാക്കാനായിട്ട് ഇവിടെ കഠിന തപസ് അനുഷ്ഠിച്ചുവെന്നും അതിൻ്റെ ഫലമായിട്ട് ശിവൻ വിരൂപാക്ഷ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പമ്പാദേവിയെ വിവാഹം ചെയ്തു എന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പമ്പാക്ഷേത്രം എന്നും ഇവിടം അറിയപ്പെട്ടു പോന്നിരുന്നു. കാലക്രമേണ പമ്പ എന്നുള്ളത് ഹംപി എന്നായെന്നും കരുതപ്പെടുന്നവരുണ്ട്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാർ വിരൂപാക്ഷനെ രാജ്യത്തിൻ്റെ ദൈവമായിട്ടാണ് കണക്കാക്കപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രധാന ചടങ്ങുകളും ആരംഭിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. ഹംപിയുടെയും വിജയനഗരയുടെയും കഥ മാറുന്നത് 1565 തളിക്കോട്ട യുദ്ധത്തിലാണ്. യുദ്ധത്തിന് ശേഷം ഹംപിയിലെ ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും ആക്രമിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ വിരൂപാക്ഷ ക്ഷേത്രം മാത്രം വലിയ നാശനഷ്ടങ്ങളൊന്നുമില്ലാതെ നിലനിന്നു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി പൂജയും ഉത്സവങ്ങളും ഇവിടെ മുടങ്ങാതെ തുടർന്നു. ബാക്കി കഥ അടുത്ത പാട്ടിൽ പറയാം.